ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിലെ ദൈവത്തെക്കുറിച്ചുമാണ്. അത് നമ്മൾ സ്വർഗത്തിലും യേശുക്രിസ്തു അല്ല ദൈവം എന്നുള്ള വസ്തുത മനസ്സിലാക്കിയതാണ്. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദർശനം യോഹന്നാന് ലഭിച്ചത്, അഥവാ വെളിപ്പാട് ലഭിച്ച യോഹന്നാൻ കണ്ടതായ കാര്യം വിശദീകരിച്ചിരിക്കുന്നത് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താണ്. അതിന്റെയൊക്കെ ആധാരത്തിൽ വളരെ കൃത്യമായി വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം അത് യേശുക്രിസ്തുവല്ല, സ്വർഗത്തിലും യേശുക്രിസ്തുവല്ല എന്നുള്ള വസ്തുത നമുക്ക് വ്യക്തമായതാണ്. 24 മൂപ്പന്മാരും 4 ജീവികളും കുഞ്ഞാടായ ക്രിസ്തുവിനോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നതായ വചനഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് പലരും വയ്ക്കുന്ന പല ചോദ്യങ്ങളുണ്ട്, പല അവകാശവാദങ്ങളുണ്ട്. ഇവയ്ക്കൊക്കെയും മറുപടി പറയുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു എന്ന് പഠിപ്പിക്കുന്ന സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. അങ്ങനെ പഠിച്ചു വച്ചിരിക്കുകയും ധരിച്ചു വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്നൊരു നിമിഷം നമ്മൾ ഒരാളോട് ചോദിച്ചാൽ, ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്ന ആളുകളായിക്കോട്ടെ, അവരോട് ചോദിച്ചാൽ പോലും നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്ന് അടുത്ത ക്ഷണത്തിൽ അവർക്ക് പെട്ടെന്ന് മറുപടി വരും. നിങ്ങൾക്ക് എത്ര ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദൈവമേ ഉള്ളെന്ന് അവർ പറയും. ആരാണ് നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് പറയും. പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നെ പിതാവായ ദൈവത്തെക്കുറിച്ച് അവർക്ക് സംസാരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞത് അവർക്ക് വിഴുങ്ങേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ ഇടയിൽ പഠിപ്പിക്കപ്പെട്ടു പോയതായ അബദ്ധധാരണകൾ ആണ് അവരുടെയൊക്കെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത്. ആ അബദ്ധധാരണകളുടെ ആധാരത്തിലാണ് അവര് വിശ്വാസം വെച്ച് പുലർത്തുന്നത്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കുമ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു എന്നുള്ളതാണ്. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ പലരും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവുമായിട്ട് വരാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലോ 2-ാം വാക്യത്തിലോ 3-ാം വാക്യത്തിലോ യേശുക്രിസ്തു എന്നൊരു പരാമർശമേ ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വചനത്തെക്കുറിച്ചാണ്.
അവിടെ വളരെ കൃത്യമായി വചനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇങ്ങനെയാണ് 3-ാം വാക്യത്തിൽ വന്ന് ആ വിഷയം തീരുന്നത്. ഇവിടെ എവിടെയും യേശുക്രിസ്തു എന്നൊരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശമേ ഇല്ല. ഈ 3 വാക്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ ക്ലിയർ ആയി പറഞ്ഞിരിക്കുന്നത് വചനത്തെ കുറിച്ചാണ്. ദ വേർഡ്, ലോഗോസ്, വചനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞ 3-ാമത്തെ വാക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വചനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഉളവായത് സകലതും എന്ന് പറയുമ്പോൾ ഈ ഉളവായത് എന്ന വിഷയത്തെ ആധാരമാക്കി തന്നെ നമ്മളത് പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് വിശുദ്ധ വേദപുസ്തകം നമുക്കൊരു ക്ലിയർ പിക്ചർ ഈ വിഷയത്തിൽ തരുന്നത്. സങ്കീർത്തനങ്ങൾ 33-6 എടുത്ത് വായിച്ചാൽ ഈ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉളവായത് എന്ന വിഷയത്തിൽ നമ്മൾ എത്തി നിൽക്കും. വായിക്കാം. സങ്കീർത്തനങ്ങൾ 33-6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും എന്താണ് വായിച്ചത്? ഉളവായി. യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വചനത്തെ കൂടാതെ ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകലവും ഉളവായത് ഒന്നും എന്ന് പറയുമ്പോൾ അതിൽപ്പെടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സങ്കീർത്തനങ്ങൾ 33-6 വായിച്ചത്. എന്താണ് അതിലൊന്ന്? ആകാശം. ആകാശം ഉളവായത് യഹോവയുടെ വചനത്താലാണ്, യഹോവയുടെ വചനത്താലാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മളവിടെ വായിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ ആകാശത്തിലെ സകല സൈന്യവും ഉളവായി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സകലതും എന്നതിലെ 2 പ്രമുഖ കാര്യങ്ങളെ നമ്മൾ ഇവിടെ കാണുന്നു. ഈ 2 പ്രമുഖ കാര്യങ്ങളും ഉളവായത് യഹോവയുടെ വചനത്താലാണ് എന്ന് വളരെ സ്ഫുടമായി തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. ഇനി ഈ ഉളവാകൽ എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഈ സങ്കീർത്തനത്തിലെ തന്നെ 9-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 33-9 വാക്യം നമുക്ക് വായിക്കാം. അവൻ അരുളി ചെയ്തു. ആര്? യഹോവ അരുളി ചെയ്തു. അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു. അങ്ങനെ സ്ഥാപിതമായി. മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചോ. അവൻ യഹോവ അരുളി ചെയ്തു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ യഹോവ എന്ത് അരുളി ചെയ്യുന്നുവോ അതങ്ങനെ സംഭവിക്കുന്നു. അവൻ കൽപ്പിച്ചു. അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ യഹോവയായ ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതങ്ങനെ സ്ഥാപിതമാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉളവാകലിന്റെ പിന്നിലെ പ്രക്രിയ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നിന്ന് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് യഹോവയുടെ വചനത്തെ കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ യഹോവയുടെ വചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. മനസ്സിലായോ? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന് സങ്കീർത്തനങ്ങൾ 33:6 നമ്മൾ വായിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, അതങ്ങനെ തന്നെ സ്ഥാപിതമായി. അവൻ അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു എന്നതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് യഹോവയുടെ വചനമെന്നും സകലവും വചനം മുഖാന്തിരം ഉളവായതെന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല എന്ന് യോഹന്നാൻ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, വചനം എന്നത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇനി ഈ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുകയും അവൻ കൽപ്പിക്കുന്നത് അങ്ങനെ സ്ഥാപിതമാകുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞ ആകാശത്തിന്റെ സൃഷ്ടി വിവരണം നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യഭാഗങ്ങളിൽ ആകാശത്തിന്റെ സൃഷ്ടിയുടെ വിവരണം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. വായിക്കാം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒരു വിധാനമുണ്ടാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വെള്ളത്തിനും മധ്യേ വേർതിരിവായിരിക്കാൻ തക്കവണ്ണം ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വിധാനമുണ്ടായി. അതിന്റെ 8-ാം വാക്യം, വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിനു കീഴുള്ള വെള്ളവും വിധാനത്തിനു മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. മനസ്സിലായോ? ആകാശത്തിന്റെ സൃഷ്ടി വിവരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വളരെ സ്ഫുടമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹോവയുടെ വചനത്താൽ ആകാശം ഉളവായത് എങ്ങനെയെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അതിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ ആകാശം എന്ന് പേരിട്ട കാര്യം കൂടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ആകാശത്തിലെ സകല സൈന്യവും യഹോവയുടെ വായിലെ ശ്വാസത്താൽ ഉളവായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി യഹോവയുടെ വായിലെ ശ്വാസവും യഹോവയുടെ വചനവും ഒന്ന് തന്നെയാണോ അതോ രണ്ടാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ആകാശത്തിലെ
സകല സൈന്യവും ഉളവായതിനെ കുറിച്ച് ആണ് നമ്മൾ അവിടെ വായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. എവിടെ പറയുന്നത് ആരാണെന്ന് ഒന്ന് മേളിൽ നിന്ന് നോക്കിയാൽ മതി. അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ യഹോവയായ ദൈവമാണ് സംസാരിക്കുന്നത്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സൂര്യോദയത്തിലും അസ്തമാനത്തിനുമുള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിനു തന്നെ എന്ന് സംസാരിക്കുന്ന യഹോവയായ ദൈവമാണ് ഇവിടെ 45-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യരെയും സൃഷ്ടിച്ചു, എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ആകാശത്തിലെ സകല സൈന്യത്തെയും യഹോവയായ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇവിടെ ചേർത്ത് പഠിക്കണം. സങ്കീർത്തനം 33:9. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് യഹോവയായ ദൈവത്തിന്റെ വചനം. സകല സൃഷ്ടിയും യഹോവയായ ദൈവത്തിന്റെ വചനത്താലാണ് ഉളവായത്. അതിനർത്ഥം ഉളവാകട്ടെ അഥവാ ഉണ്ടാകട്ടെ എന്ന് ദൈവം പദ്ധതിയിട്ടതിന്റെ എക്സിക്യൂഷന് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നതാണ് യഹോവയുടെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ് വചനത്തെ കുറിച്ച് കാണുന്നത്. ഇവിടെ എല്ലാം ആയിരുന്നു എന്നുള്ള പ്രയോഗമാണ്. വചനം ദൈവമാണ് എന്നൊരു പ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് എന്റെ ശ്രോതാക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. വചനം ദൈവമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വിശുദ്ധ വേദപുസ്തകത്തിലില്ല. യോഹന്നാൻ 1:1 കാണുന്നത് വചനം ദൈവമായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ആയിരുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ്സ് നോട്ട് എ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. അതൊരു വർത്തമാന തുടർമാനമായ കാര്യമല്ല എന്നുള്ളതാണ്. തുടർമാനമായ സംഗതിയല്ല, മറിച്ച് അത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന കാര്യമാണ്. ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യയിൽ ആയിരുന്നു എന്ന് ഇന്ന് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ അല്ല എന്നാണ് അതിനർത്ഥം. ആയിരുന്നു, അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എനിവേസ് ഇനി ഞാൻ തുടർന്ന് പോകട്ടെ. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം 3-ാം വാക്യം ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് വചനത്തെ കുറിച്ചാണ്. ഈ വചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്നുള്ള അടിസ്ഥാന വിവരം നമുക്കുണ്ടാകേണ്ടതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതിനെ സങ്കീർത്തനങ്ങൾ 33:3 യോജിപ്പിച്ചത്, സങ്കീർത്തനങ്ങൾ 33:6 ചേർത്തത്, അതിനെ സങ്കീർത്തനം 33:9 ചേർത്തത്, അതിനെ തുടർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യത്തിലേക്ക് വന്നിട്ട് ഈ വചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്നുള്ളതിനെ ഉറപ്പിക്കുകയും വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 12-ാം വാക്യത്തിൽ സൃഷ്ടികർമ്മങ്ങൾ യഹോവയായ ദൈവം ചെയ്തതെങ്ങനെ എന്നുള്ളതിനായ വിവരങ്ങളും ആകാശത്തിന്റെ സൃഷ്ടിയുടെ വിവരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങളും ചേർത്തുകൊണ്ട് ഞാൻ ഇതിനെ പ്രസന്റ് ചെയ്തത്.
അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇവിടെ പലരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് നേരെ ജമ്പ് ചെയ്യും അതിന്റെ 14-ാം വാക്യത്തിലേക്ക്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം കൂടെ കൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഇവര് പറയും വചനം യേശുക്രിസ്തുവാണ്. മനസ്സിലായോ? വചനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇനി യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ജഡമായി തീർന്ന വചനം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഏത് വചനമാണ് എന്നുള്ളത് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം 18-ാം വാക്യം ഇവിടേക്ക് പോകണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കും. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു പോകണം. യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ മോശയ്ക്ക് യഹോവയായ ദൈവം ഒരു വചനം കൊടുക്കുകയാണ്. എന്താണ് ആ വചനം? നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേലാക്കും. മനസ്സിലായോ? മോശയോട് യഹോവയായ ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. The word God has given to Moses. What is that? ഞാൻ അവർക്ക് നിന്നെ പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്റെ വചനം അവന്റെ നാവിന്മേലാക്കും, ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ തന്റെ ജനത്തോട് സംസാരിക്കും. ഇതാണ് മോശയ്ക്ക് യഹോവയായ ദൈവം കൊടുത്ത വാഗ്ദത്തം, അഥവാ the word which God has given to Moses. ആ വചനത്തിന്റെ നിവർത്തിയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാൻ വിശദീകരിക്കുന്നത് the word became flesh. വചനം ജഡമായി തീർന്നു. ഏത് വചനമാണ് ജഡമായി തീർന്നത്? മോശയ്ക്ക് യഹോവയായ ദൈവം കൊടുത്ത വചനത്തിന്റെ നിവർത്തിയായി എന്നാണ് അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അങ്ങനെ മോശയോട് വാഗ്ദത്തം ചെയ്ത പ്രകാരം യഹോവയായ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യേശുക്രിസ്തു എന്നത് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചത് കൊണ്ട് മാത്രം ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് വരികയില്ല. എങ്ങനെയാണ് ഈ പറഞ്ഞ മോശയോട് വാഗ്ദത്തം ചെയ്തത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്നത്? ആയതിനായി നമുക്ക് പോകേണ്ടത് യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് യേശുക്രിസ്തുവിൽ നിന്ന് കേട്ടുപഠിച്ച് മനസ്സിലാക്കിയതായ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളിലേക്കാണ്. ആയതിനായി നമുക്ക് പോകേണ്ടത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്കാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം, വായിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത എവനെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും. ഛേദിക്കപ്പെടുമെന്ന് മോശെ പറഞ്ഞുവല്ലോ. ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോകും ഈ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവർ. അവർ ദൈവജനത്തിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയില്ല എന്നാണ് അർത്ഥം. അവരെ വെട്ടിക്കൊല്ലുകയൊന്നും ചെയ്യുമെന്നല്ല പലരും തെറ്റിദ്ധരിക്കരുത്. ഛേദിച്ച് കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗത്വം, ആ പൗരത്വം അത് നഷ്ടപ്പെട്ടു പോകും എന്നാണ് അതിനർത്ഥം.
ആ പൗരത്വത്തിൽ അവർ കണക്കാക്കപ്പെടുകയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന മോശ ഇങ്ങനെ പറഞ്ഞുവല്ലോ എന്ന് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തി ഉറപ്പിച്ചിരിക്കുകയാണ്. ആവർത്തനം 18:18 യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ നിവർത്തി നടന്നത് യേശുക്രിസ്തുവിൽ ആണ് എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ജഡമായി തീർന്ന വചനം എന്ന് പറയുന്നത് മോശയ്ക്ക് കൊടുത്ത വചനമാണ്. അങ്ങനെ ജഡമായി തീർന്ന ആ വചനം ജഡമായി തീർന്നപ്പോൾ ജഡമായി തീർന്നവന്റെ നാവിന്മേൽ ദൈവം തന്റെ വചനത്തെ ആക്കി കൊടുത്തു. മനസ്സിലായോ? അതാണ് അവിടെ പ്രോമിസ് ചെയ്തത്. മനസ്സിലാക്കണം. അവിടെ വചനം എന്ന് പറയുന്നത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അങ്ങനെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട് മോശയ്ക്ക് ലഭിച്ചതായ വാഗ്ദത്തത്തിന്റെ നിവർത്തിയായി ജനിച്ച യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ നാവിന്മേൽ ദൈവം തന്റെ വചനമാക്കി കൊടുത്തു. അപ്പോൾ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉണ്ടായതോടുകൂടി തീർന്നു പോയില്ല എന്നർത്ഥം. യേശുക്രിസ്തു ഉണ്ടായ ശേഷവും സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം വന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയാ ഉറപ്പിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 40-ാം വാക്യം. ഇവിടെ യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുകയാണ്, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. കേൾക്കണേ, ദൈവത്തോട് കേട്ട് ജനങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനാണ് താനെന്ന് യേശുക്രിസ്തു ഇവിടെ യഹൂദന്മാരോട് തുറന്നു സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ബൈബിളിൽ ചിട്ടയോടെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തോട് കേട്ട സത്യങ്ങൾ സംസാരിക്കുന്ന മനുഷ്യനാണ് യേശു എന്ന് താൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ് യോഹന്നാൻ 8:40 എന്ന് പറയുന്നു. അപ്പോൾ ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ മോശ പറഞ്ഞതുപോലെ, മോശയോട് യഹോവയായ ദൈവം അരുളി ചെയ്തതുപോലെ യഹോവയായ ദൈവം തന്റെ വചനം നാവിന്മേലാക്കി കൊടുക്കുകയും അത് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്ത മനുഷ്യനാണ് യേശു എന്ന് യേശു സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നു യോഹന്നാൻ 8:40. ഇതുകൊണ്ട് തീർന്നില്ല, ഒന്നുകൂടി മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം വായിക്കും. 48 മുതൽ വായിച്ചു കൊടുക്കാം. യോഹന്നാൻ 12:48 മുതൽ വായിക്കാം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ആരാണത്? ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഹോ ലോഗോസ് എന്നെഴുതിയിരിക്കുന്ന അതേ പ്രയോഗം തന്നെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ കാണുന്നത് എന്ന് മറന്നു പോകണ്ട. ഹോ ലോഗോസ്, ദ വേർഡ് വിച്ച് ഐ ഹാവ് സ്പോക്കൺ. മനസ്സിലായോ? യേശുക്രിസ്തു പറയുകയാണ്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ആരാണ് ആ ന്യായം വിധിക്കുന്നവൻ? അത് യേശുക്രിസ്തുവുമല്ല, പിതാവുമല്ല. പിന്നെ ആരാണ്? ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്ന വിധികർത്താവായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് യേശു സംസാരിച്ച വചനത്തെയാണ്. യേശു സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിലെ വിധികർത്താവാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡ്ജ്, ന്യായാധിപൻ. ഇനി ഈ യേശു സംസാരിച്ച വചനം ആരുടെ വചനമാണ്? തുടർന്ന് വായിക്കാം. 49-ാം വാക്യം. ഞാൻ സ്വയമായി സംസാരിക്കാതെ
യേശു പറയുകയാണ്, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ യേശു ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. പിന്നെന്താ ചെയ്തത്? എന്നെ അയച്ചവനായ പിതാവ് എന്നോട് ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ ആവർത്തനം 18:18 മോശയോട് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത പ്രകാരം തന്റെ വചനം നാവിന്മേലാക്കി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതിന്റെ നിവർത്തി നമുക്കിവിടെ കാണുവാൻ കഴിയുകയാണ് ചെയ്യുന്നത്. അത് യോഹന്നാൻ 8:40 യേശു പറയുന്നത്, ദൈവത്തോട് കേട്ട സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. എ മാൻ. മനസ്സിലായോ? എന്നിട്ട് യോഹന്നാൻ 12:49 വരുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായി സംസാരിച്ചിട്ടില്ല, പിന്നെയോ എന്നെ അയച്ച പിതാവ് എന്നോട് ഞാൻ ഇന്നത് പറയണം ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ എന്താണ് നിത്യജീവൻ? പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ്. തുടർന്ന് 50-ാം വാക്യം, യോഹന്നാൻ 12:50. അടുത്തത്, ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംസാരിക്കുന്നു. മനസ്സിലായോ? പിതാവിന്റെ അരുളപ്പാടാണ് യേശു സംസാരിച്ച വചനം. പിതാവിന്റെ വചനമാണ് യേശു സംസാരിച്ചത്. തന്റെ വചനം നാവിന്മേലാക്കി കൊടുക്കുമെന്ന് മോശയോട് വാഗ്ദത്തം ചെയ്ത ദൈവം അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് യേശുവിനെ എഴുന്നേൽപ്പിച്ച് അവന്റെ വായിൽ അവന്റെ നാവിന്മേൽ തന്റെ വചനമാക്കി കൊടുക്കുകയും അത് യേശു തന്റെ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം നമ്മെ വളരെ സ്പഷ്ടമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ആകയാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവല്ല, മറിച്ച് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ചിലരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു വാക്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. ഇതൊന്നും അറിയാൻ മേലാതെ അല്ലല്ലോ ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം പലരും കൊണ്ടുവരുന്ന ഒരു അവകാശവാദമാണ്. അവിടെ യേശുക്രിസ്തുവിന് ദൈവവചനം എന്ന് പേരുണ്ട്. അപ്പം യേശുക്രിസ്തു ദൈവവചനമാണ് എന്ന അവകാശവാദം നടത്തുന്നവർ കൊണ്ടുവരുന്ന വാക്യമാണ്. അവിടെ വായിക്കാം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം. അവിടെ ആരാണ്? അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം തൊട്ട് വായിച്ചു. കുതിരപ്പുറത്ത് കുതിരപ്പുറത്തേക്ക് എത്രാം വാക്യം മുതല? 11-ാം വാക്യം മുതല. 11-ാം വാക്യം മുതൽ വായിച്ചു. വെളിപ്പാട് 19:13 മുതൽ വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിയത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ ആദ്യം പറഞ്ഞ എന്താണ്? അവന് എന്ത് പേരെന്നതാ പറഞ്ഞേ? അതിന് മുമ്പേ 11-ാം വാക്യത്തിൽ അവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. ആർക്കാ? ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേരുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പറയുകയാണ്, എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. ഇനിയാണ് അടുത്ത വാക്യം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. അവന് ദൈവത്തിന്റെ വചനമെന്ന്
പേര് പറയുന്നു. ആർക്ക്? ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നവൻ. ഇതാരാണ്? പലരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് യേശുക്രിസ്തുവാണെന്നാണ്. അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അത് യേശുക്രിസ്തുവാണ്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ ബൈബിൾ സ്പഷ്ടമായി തെളിവോടെ പറയപ്പെടാതെ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളെ പിന്തുടരുന്നവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈ കുതിരപ്പുറത്തിരിക്കുന്നവന് ദൈവത്തിന്റെ വചനം എന്ന് പേര് പറയപ്പെടുന്നു. അതിന് മോളിൽ പറഞ്ഞു അവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേരുണ്ടെന്ന്. പിന്നെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിയത്തില്ല എന്ന് പറയുന്നു. മനസ്സിലായോ? ഇവിടെ എവിടെയും ഇത് യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളോട് ആരാ പറഞ്ഞ യേശുക്രിസ്തുവാണെന്ന്? ഈ രീതിയിൽ വളരെ സൂക്ഷ്മതയോടെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് വളരെ ക്ലിയറാണ്. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രകാരം സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവല്ല. സ്വർഗവാസികൾക്ക് ദൈവം യേശുക്രിസ്തുവല്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ആണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സത്യദൈവം ആര് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതിന് ധാരാളം വചനങ്ങളുണ്ട്. നമ്മളിതൊക്കെ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ഒരു വാദം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു എന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്നുള്ളത് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചതാണെങ്കിലും ഒന്നുകൂടി ഓർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ആരാണ് സകലത്തെയും സൃഷ്ടിച്ചത് എന്നുള്ളത് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറയുകയും ആ വ്യക്തിയുമായി അഥവാ സകലത്തിനെ സൃഷ്ടാവായ ദൈവവുമായി യേശുക്രിസ്തുവിനുള്ള ബന്ധം എന്താണെന്നുള്ളതും യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24 മുതലുള്ളതായ വചനഭാഗങ്ങളിൽ വളരെ സ്പഷ്ടമായി കാണാം. വായിക്കാം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. ആരോടാണ് നിലവിളിക്കുന്നത്? ദൈവത്തോടാണ് നിലവിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ. POC ബൈബിളിൽ വായിച്ചാൽ സകലത്തിന്റെ സൃഷ്ടാവേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവത്തോട് 1-ാം നൂറ്റാണ്ടിലെ സഭയും യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും ഒരുമനപ്പെട്ട് നിലവിളിച്ചു പറയുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ എന്ന് വിളിച്ചിട്ട് തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ 2-ന്റെ ചില വചനഭാഗങ്ങളാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ 26-ലേക്ക് വരികയാണ്. നീ അഭിഷേകം ചെയ്ത വായിക്കാം. സകലവും അത് വിട്ടിട്ട് മുന്നോട്ട് പോകും. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി. മനസ്സിലാക്കണേ, യേശു ആരാണ്? സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധദാസനാണ് യേശു എന്ന് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഒരേ സ്വരത്തിൽ പറയുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പൊ സകലത്തിനെ സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണോ യേശു? അതോ സകലത്തിനെ സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചതാണോ യേശുവിനെ? സകലത്തിനെ സൃഷ്ടാവായ ദൈവത്തിന്റെ അഭിഷിക്തനായ ദാസനാണ് യേശു എന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പറഞ്ഞത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അപ്പോൾ പലരും
നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന തെറ്റായ പഠിപ്പിക്കൽ, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശു എന്ന് പഠിപ്പിക്കുന്നത് ശുദ്ധ ബൈബിൾ വിരുദ്ധവും ശുദ്ധ അസംബന്ധവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. യേശുവിനെ അഭിഷേകം ചെയ്തവനാണ് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കും അപ്പോസ്തലന്മാർക്കും അവരുടെ ദൈവം യേശുക്രിസ്തുവല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തവനാണ് അവരുടെ ദൈവം. അനേക വചനങ്ങൾ ഇത് വളരെ ക്ലിയറായി നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് യേശുക്രിസ്തു അല്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി യേശുക്രിസ്തു സ്വയമായിട്ട് വന്നതാണോ അല്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞാലും ഈ വിപരീത ഉപദേശക്കാർ സമ്മതിക്കത്തില്ല. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം 29-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 28, 29 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു, ഞാൻ സ്വയമായിട്ട് വന്നവനല്ല. കേൾക്കണേ, യേശുക്രിസ്തു സ്വയം പറയുകയാണ്, ഞാൻ സ്വയമായിട്ട് വന്നതല്ല. അടുത്തത്, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനെ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നു. അവൻ എന്നെ അയച്ചത് കൊണ്ടും, ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതുകൊണ്ടും അവൻ എന്നെ അയച്ചത് കൊണ്ടും ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? യേശുക്രിസ്തു താൻ സ്വയമായി വന്നതല്ല, മറിച്ച് താൻ അയക്കപ്പെട്ടവനാണ് എന്ന് യേശുക്രിസ്തു വളരെ കൃത്യമായി പറയുകയാണ്. ഇനി ഒരു വാക്യം കൂടെ ഇതേ സംഗതി തന്നെ യേശു പറയുന്നത് വായിക്കാം. യോഹന്നാൻ 8:42 വാക്യം. യോഹന്നാൻ 8:42. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവം സ്വയം മനുഷ്യനായി വന്നതാണെന്നാണ് വായിക്കുന്നത്. അല്ല, എന്താണ് പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. ആര്? ദൈവം അയച്ചതാണ് യേശുവിനെ എന്ന്. മനസ്സിലായോ? യേശു സ്വയമായിട്ട് വന്നതല്ല, സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം സ്വയം ഒരു മനുഷ്യനായി വന്നതാണ് യേശുക്രിസ്തു എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നവർ വ്യാജം പഠിപ്പിക്കുകയാണ്. യേശു പറയുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ ദൈവം അയച്ചതാണ്, ഞാൻ അവന്റെ അടുക്കൽ നിന്ന് വന്നതാണ്, ഞാൻ സ്വയമായി വന്നതല്ല, ഞാൻ അയക്കപ്പെട്ടതാണ്, എന്നെ അയച്ചതാണ് എന്ന്. ഈ യേശു ഉയിർത്തെഴുന്നേറ്റ ശേഷം മഗ്ദലക്കാരത്തി മറിയയോട് പറയുന്ന ഒരു വചനഭാഗം കൂടി ഇതിനോട് ചേർത്ത് ചൂണ്ടിക്കാണിച്ച് ഇന്നത്തെ മെസ്സേജ് നിർത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. യോഹന്നാൻ 20:17. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് പറക എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ വേറൊരു പിതാവില്ല, യേശുക്രിസ്തുവാണ് പിതാവെന്ന് പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശക്കാരെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക. യേശുക്രിസ്തുവാണ് സൃഷ്ടാവായ ദൈവമെന്ന് പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശക്കാരെ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുക. നിങ്ങൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരിക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്, എന്നെ ദൈവം അയച്ചതാണ്, എന്നെ അയച്ചവൻ സത്യവാനാണ്.
ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. യേശുവിന് തന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോകണമെങ്കിൽ ഉയരത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്ന് പറയുന്ന യേശുവിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ വേറൊരു പിതാവില്ല എന്ന് പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശക്കാരുണ്ട്. യേശുക്രിസ്തുവിന് പിതാവുണ്ട്, യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യവിശ്വാസികളുടെയും ദൈവം. ആ പിതാവാണ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സത്യവിശ്വാസികളുടെയും പിതാവ്. ഇതാണ് വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സത്യം. യേശു പറയുന്നു, ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക, ഞാൻ നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായവന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. മനസ്സിലായോ? യേശു ക്രിസ്തു സ്വയം സകലത്തിന്റെ സൃഷ്ടാവായ ദൈവമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്തവനാണ് യേശു. ആ ദൈവത്തിന്റെ പരിശുദ്ധ ദാസനാണ് യേശു എന്ന് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. ഈ ദൈവം സ്വർഗത്തിലുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങളിൽ സ്പഷ്ടമായി കാണാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, അവിടുത്തെ പുത്രനെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും നിത്യജീവനെ നൽകേണ്ടതിന് അവിടുന്ന് സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. സ്വർഗത്തിൽ ഇരിക്കുന്നവനായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏകദൈവം പിതാവാണ്. ആ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു. ഈ അറിവ് നിത്യജീവനാണ് എന്ന് യോഹന്നാൻ 17:3 നമ്മെ വ്യക്തമായി പഠിപ്പിക്കും. ആകയാൽ എന്റെ പ്രിയ ശ്രോതാക്കളെ, എന്റെ പ്രിയ സ്നേഹിതരെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തൂ. നിങ്ങൾ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിയത് നിത്യജീവന്റെ പ്രത്യാശയുള്ളവരായിട്ടാണെങ്കിൽ ആ നിത്യജീവന്റെ പ്രത്യാശ നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് വിപരീതമായി പഠിപ്പിക്കുന്ന സകല വിപരീത ഉപദേശകരെയും ഒഴിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ നിത്യജീവന്റെ ഉറപ്പിനായി വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ വളരുവാൻ, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടു കൂടിയായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയ തോമസ് കുടിയച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും.